ഓക്കെ. നമസ്കാരം. ജൂലൈ മാസം ആദ്യ ശനിയാഴ്ച നാം അന്താരാഷ്ട്ര സഹകരണ ദിനമായിട്ട് ആചരിക്കുമ്പോൾ അത് ഈ സഹകരണ പ്രസ്ഥാനത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും ആ പ്രസ്ഥാനത്തെക്കുറിച്ച് പ്രചരിപ്പിക്കുവാനും അതുപോലെ പ്രചോദനം ഉൾക്കൊള്ളുന്നതിനുമുള്ള ഒരു അവസരമാണ്. ലോകത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സാമൂഹ്യ സുരക്ഷയ്ക്കും ഇതിലും വലിയ ഒരു ഉപകരണം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. പല മേഖലകളിലും നമ്മളത് തെളിയിച്ചു കഴിഞ്ഞതാണ്. സഹകരണ പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് 19ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതല് ഭാരതത്തില് ഈ സഹകരണ പ്രസ്ഥാനം വേരുറച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു മുതല് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് വരെയും ഈ സഹകരണ പ്രസ്ഥാനത്തിന് നൽകിയിട്ടുള്ള പ്രാമുഖ്യം എന്ന് പറയുന്നത് സഹകരണ പ്രസ്ഥാനം ഇന്ത്യയുടെ ഗ്രാമീണ മേഖലയിലും അതുപോലെ സാമ്പത്തിക വികസന കാര്യങ്ങളിലും എത്രമാത്രം കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ഇത് ഈ സഹകരണം എന്ന് പറയുന്നത് ഒരു വികസന മോഡലാണ്. കേരളത്തിലേക്ക് വന്നാല് നമ്മള് രാവിലെ കേരളം കണി കൊണ്ടുണരുന്ന നന്മ എന്നാണ് മിൽമയെ വിശേഷിപ്പിക്കുന്നത്. അതുമുതല് രാത്രി നമ്മൾ കിടന്നുറങ്ങുന്ന കോട്ട് മെത്ത വരെയും അങ്ങനെ സഹകരണ മേഖല കടന്നു ചെല്ലാത്ത ഒരു മേഖലയും നമ്മുടെ ഇടയിലില്ല. ഇതൊരു വികസന മോഡലാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കേരളത്തില് നടത്തിയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള വികസന മാതൃക എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വിവിധ സഹകരണ ആശുപത്രികള്, സഹകരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് എന്ന് തുടങ്ങിയിട്ട് കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ഈ സഹകരണ പ്രസ്ഥാനം വലിയ സ്വാധീനം ചെലുത്തുന്നതാണ്. ഇപ്പോൾ കോഴിക്കോട് MBR ക്യാൻസർ സെന്റർ, ഇന്ത്യയിലെ തന്നെ മികച്ച ക്യാൻസർ സെന്ററുകളിൽ ഒന്നായിട്ടുള്ള MBR ക്യാൻസർ സെന്റർ, അത് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. സുൽത്താൻ ബത്തേരിയിലെ സപ്ത റിസോർട്ട്സ് ആൻഡ് സ്പാ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. അത് സഹകരണ മേഖലയിലുള്ള സ്ഥാപനമാണ്. വിവിധ ഫ്ളാറ്റ് സമുച്ചയങ്ങളും തിയേറ്റർ കോംപ്ലക്സുകളും ഒക്കെയായി ലാഡർ എന്ന സ്ഥാപനം, ലാഡർ ഒരു സഹകരണ സ്ഥാപനമാണ്. കേരളത്തില് അങ്ങോളം ഇങ്ങോളം കൊണ്ടുവന്നിട്ടുള്ള വികസനം എന്ന് പറയുന്നത് സഹകരണ പ്രസ്ഥാനത്തിന്റെ സാധ്യതകളെയാണ് നമ്മുടെ മുന്നിലേക്ക് വരച്ചു കാണിക്കുന്നത്. മുമ്പ് വിത്തും വളവും വിതരണം ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമായിട്ട് പ്രാഥമിക കാർഷിക ബാങ്കുകള്, സംഘങ്ങള് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർ ചെയ്യുന്നത് ഈ കർഷകരുടെ വിഭവങ്ങള് സംഭരിക്കുകയും അത് സംസ്കരിക്കുകയും അത് വിപണനം ചെയ്യുകയും ചെയ്യാണ്. ഉദാഹരണത്തിന് ഇപ്പോ തൊടുപുഴയ്ക്കടുത്ത് നീലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മുമ്പൊക്കെ നമുക്ക് ചക്ക വെറുതെ വീണുപോകുന്ന ചക്ക ഇന്ന് അവർ അത് സംഭരിച്ച് സംസ്കരിച്ച് 365 ദിവസവും ചക്കയുടെ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ഒരു സംവിധാനം അവരവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഇനിയും ഒത്തിരിയേറെ സാധ്യതകൾ ഈ മേഖലയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ സഹകരണ അന്താരാഷ്ട്ര ദിനത്തില് നമുക്ക് വീണ്ടും ചിന്തിക്കുവാനായിട്ടുള്ള പ്രേരണ നൽകുന്നത്. സഹകരണ വീക്ഷണം ഈ ഒരു മേഖലയില് വലിയ സ്വാധീനം ചെലുത്തിയ ഒരു കൂട്ടായ്മയാണ്. ഒട്ടനവധി ചർച്ചാ ക്ലാസുകളും അതുപോലെ വെബിനാറുകളും ഒക്കെ സംഘടിപ്പിച്ച് ഈ മേഖലയിലെ വലിയ മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കുവാനായിട്ട് ഈ ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട്. ഇനിയും അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ അന്താരാഷ്ട്ര സഹകരണ ദിനത്തില് എല്ലാ ആശംസകളും അറിയിക്കുന്നു. നന്ദി.